പറഞ്ഞവനാരാ? പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചവനല്ലേ ഫിറഔൻ? ഏറ്റവും കൂടുതൽ അഹങ്കരിച്ച ഫിറഔൻ. മൂസാ നബി പറഞ്ഞില്ലേ ഫറോവ വേണ്ട വേണ്ട, റബ്ബനാ തുമിസ്സലാം വാലിഹിം വസ്തുദ് അലാ ഖുലൂബിഹിം ഫലാ യുമിനൂ ഹത്താ യറവു അദാബൽ അലീം. ഫറോവയുടെ അഹങ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫറോവയ്ക്ക് സമ്പത്തുണ്ട്, ഫറോവയ്ക്ക് ആരോഗ്യമുണ്ട്. ഖുർആനാണ് പറഞ്ഞത് സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഫറോവയോട് കലീമുല്ലാഹി മൂസാ നബി പറഞ്ഞില്ലേ ഫറോവ ശരിക്കല്ലേ ഫറോവ? സമ്പത്തിന്റെ പേരിൽ ഫറോവ അഹങ്കരിച്ചു. നമ്മൾ അഹങ്കരിച്ചതുപോലെ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാകുമ്പോ ഉപ്പുവെള്ളം നിന്ന് അണ്ണാക്കിലോട്ട് കയറി മരണമുറപ്പായപ്പോ ആ സമയത്ത് ഫറോവ പറഞ്ഞില്ലേ അല്ലാഹുവേ ആമൻതു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായേൽ വിശ്വസിച്ച മൂസായെ അല്ലാഹനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാ. മരിക്കുന്ന സമയത്ത് അല്ലാഹനെ വിശ്വസിച്ചവനല്ലേ ഫറോവ? എവിടെ പോയി സഹോദരാ, എവിടെ പോയി സഹോദരി? പക്ഷേ കരിഞ്ഞില്ലല്ലോ ഫറോവ ആരാ? ഞാൻ നേരിട്ട് കണ്ടതാണ് ഈജിപ്തിലെ മ്യൂസിയത്തിന്റെ മുകളിൽ നെടുനീളനെ പോലെ മറന്നു കിടക്കുന്നുണ്ട് ഫറോവ. ആരാണ് അയാളെന്നറിയോ? ഈജിപ്ത് മ്യൂസിയത്തിന് 3 മാസങ്ങൾക്ക് മുമ്പ് പോകുമ്പോ ഫറോവയുടെ മമ്മി കണ്ടിട്ട് ഞാൻ ഓട്ടുപോയി അല്ലാഹുവേ ആരാ കിടക്കുന്നതാരാ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ. സമ്പത്ത് കിട്ടിയപ്പോൾ അഹങ്കാരത്തിന്റെ മേലെ കടലിൽ കിടന്നത് വിചരിച്ചവന്റെ ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ടപ്പോ എന്തേ സഹോദരങ്ങളെ ഇനി മനസ്സിലാകുന്നില്ലയോ? നീ ആരാണ് മോനെ? നിന്നേക്കാൾ വലിയ ഫറോവ ചത്തടിഞ്ഞ മണ്ണാണിത്. ഫറോവയുടെ മയ്യത്ത് തിന്നത് ഈ മണ്ണാണ്. അരിസ്റ്റോട്ടിൽ ചത്തതും ഈ മണ്ണിലാണ്. ഹിപ്പോക്രാറ്റീസ് ചത്തതും ഈ മണ്ണിലാണ്. സോക്രട്ടീസിന്റെ മാംസം നിന്നതും ഈ മണ്ണിന്റെ പുഴുക്കളാണ്. അതുകൊണ്ട് മോനെ പൊട്ടാതെ മുന്തുള്ളി പിഞ്ചോര കെട്ട പിന്നീന് കാസം ചുമന്നോരു കൊട്ട റൂന്ന വിത്താച്ചത്ത സകമല്ല പൊട്ട പറഞ്ഞിന്റെ ഉടൽക്കെന്ത് ബഹുമാനപ്പെട്ട. ഞാൻ വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് മോനെ വാക്ക് വിരൽപ്പം കഴിയുമ്പോൾ പോകും. നാളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉഷാറ് വാക്കവി കടന്നു വരും. അദ്ദേഹത്തിന്റെ ഉപ്പ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു പോയാ മോനെ വീണ്ടും ജീവിതത്തിലോട്ട് കടന്നുപോയാൽ, പെങ്ങളെ ആർഭാടത്തിലോട്ട് കടന്നുപോയാൽ വല്ലാഹി എന്നെയും നിന്നെയും പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദിവസം എല്ലാം വിട്ടിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ, എല്ലാം ഇവിടെ വിട്ട് തിരിച്ചു പോകുമ്പോ ആർഭാടത്തിന്റെ കോടാലി നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ അക്സിറൂരിക്കറ ആദിമില്ലല്ലാ, എല്ലാ ആഡംബരവും എല്ലാം നശിച്ചു പോകും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. മലയാളത്തിന്റെ സാഹിത്യകാരൻ എം.ടിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണം കടന്നു വരും. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് എം.ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെടാത്ത അതിഥി, രംഗബോധമില്ലാത്ത കോമാളി. അവൻ എവിടെയാ വരേണ്ടതെന്നറിയില്ല. മോനെ ഇതിനു മാത്രം അഹങ്കരിച്ചിട്ട് ഇപ്പൊ മൊയ്ലിയാര് പറഞ്ഞാലും ശരി, പള്ളിയിലെ കത്തീബ് പറഞ്ഞാലും ശരി, പള്ളിയിലെ കത്തീബിനെ പടിയടച്ച പിണ്ടം